2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. 2 Corinthians chapter 3 verse 6. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. But the spirit give life. Holy Spirit gives life. നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളെന്ന്. നമ്മളെല്ലാവരും ഒരു നല്ല ലൈഫിന് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒന്ന് കൈകളെ ഉയർത്താമോ? ബൈബിൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, ആത്മാവോ ജീവിപ്പിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വ്യത്യസ്തമായ 2 കാലഘട്ടങ്ങളെയും വ്യത്യസ്തമായ 2 ശുശ്രൂഷകളെയും ഒറ്റ വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറയാം, ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടതിന് ശേഷം തുറന്നു വന്ന ഒരു കാലഘട്ടത്തെയും ഒരൊറ്റ വാക്യത്തിനകത്ത് ഈ മനുഷ്യൻ വെളിപ്പാടിൽ ക്രോഡീകരിക്കുകയാണ്, ഏകോപിപ്പിക്കുകയാണ്, ഒറ്റ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്. ഇത് ഇങ്ങനൊരു ഗ്രേസ്, ഇങ്ങനൊരു കൃപ ഞാൻ പൗലോസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇത്രയും എഴുതാൻ, വെളിപ്പാടിലൂടെ ഇത്രയും എഴുതി തരാൻ കൃപയുള്ള ഒരു അഭിഷിക്തനെ പുതിയ നിയമത്തിൽ ഞാൻ അധികം കാണുന്നില്ല. കാരണം നിങ്ങൾ ഓർക്കണം, പഴയ നിയമ കാലഘട്ടത്തെക്കുറിച്ച് ഒരൊറ്റ വാക്ക്, എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയാണ്. അതിനെ ഒറ്റ വാക്യത്തിൽ പുള്ളി കൊണ്ടുവന്നു, അക്ഷരം കൊല്ലുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തുറക്കപ്പെട്ട പുതിയ നിയമ ശുശ്രൂഷയെ അടുത്ത ഒരൊറ്റ വാക്യത്തിൽ കൊണ്ടുവന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 2 കാലഘട്ടങ്ങളെ ഒറ്റ വാക്യത്തിൽ കൊണ്ടുവരികയാണ്. ഇനി ഇത് പറയുന്നത് ആരാണ്? ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അക്ഷരം കൊല്ലുന്നു എന്ന് വ്യക്തമാക്കിയതാരാണ്? പൗലോസ് തന്നെയാണ്. കാരണം ഈ പുള്ളി കൊല്ലുന്നവനായിരുന്നു. ഈ പുള്ളി ന്യായപ്രമാണത്തിൽ ജീവിച്ച് ആ ന്യായപ്രമാണത്തിൻ്റെ അകത്ത് കയറി അതിനകത്തൊരു മതഭ്രാന്തനായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മത തീവ്രവാദിയായി ന്യായപ്രമാണം ലോ അകത്ത് കയറി സ്തെഫാനോസിനെ ഉൾപ്പെടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുനിന്ന് സഭയെ ഉപദ്രവിച്ച് ഒരു കുലപാതകനായി നടന്നൊരു മനുഷ്യനാണ് ഈ പൗലോസ്. അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്ന്. എന്നാൽ ആ മനുഷ്യനെ, ആ കുലപാതകനെ, ആ ജീവിതം നയിച്ചവനെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ച്, കർത്താവായ യേശു അവനെ സന്ദർശിച്ച് അവനൊരു പുതിയ ജീവിതം കൊടുത്തപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയ ഈ മനുഷ്യൻ അതിൻ്റെ അനുഭവസ്ഥനാണ്. അനുഭവമുള്ളവർ അനുഭവ സാക്ഷ്യം പറയണം. അനുഭവം ഇല്ലാത്തവൻ അനുഭവ സാക്ഷ്യം പറയാൻ എഴുന്നേക്കരുത്. അനുഭവമില്ലാത്തവൻ അഭിപ്രായം പറയാൻ ഇറങ്ങി വരരുത്. അനുഭവമുള്ളവനെ അഭിപ്രായം പറയാവൂ, അനുഭവമുള്ളവനെ അനുഭവ സാക്ഷ്യം പറയാവൂ. അനുഭവിച്ചവൻ പറയുകയാണ്, ഞാൻ കൊല്ലുന്നവനായിരുന്നു, ഞാൻ മരണത്തിൻ്റെ ശുശ്രൂഷയിൽ കിടന്നവനായിരുന്നു, എന്നാൽ ആത്മാവ് എൻ്റെ മേളിൽ വന്നു. ആ ആത്മാവ് എന്നെ ജീവിപ്പിച്ചെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങളെയും ഈ ആത്മാവ് ജീവിപ്പിക്കുവാനിടയാകും. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറയുമോ? ആത്മാവോ, the spirit gives life. ഇത് അപ്പോസ്തലനായ പൗലോസ് പുറപ്പാട് പുസ്തകത്തിൽ നടന്നൊരു സംഭവത്തെയും കൂടെ ഈ വാക്യത്തിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 19,
20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടികളെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? മോശ ന്യായപ്രമാണവുമായി സീനായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച് അതിനു മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. മോശയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. മോശയുടെ മുഖത്ത്, മോശയുടെ സ്കിന്നിനകത്ത് ഭയങ്കരമായ ഗ്ലോറി ഉണ്ട്. അവന്റെ മുഖത്തിന്റെ തേജസ് നിമിത്തം ഇസ്രായേൽ ജനതയ്ക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ലെന്നാ എഴുതിയിരിക്കുന്നത്. സ്കിന്നിനകത്ത് ഭയങ്കരമായ ഗ്ലോറി ഉണ്ട്, മുഖത്തൊരു പ്രകാശമുണ്ട്. 40 ദിവസം സീനായി പർവ്വതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ്. എന്നാൽ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ തിന്മ കണ്ടപ്പോൾ മോശയുടെ അകത്ത് കോപമുണ്ടായി. സ്കിന്നിനകത്ത് ഗ്ലോറി ഉണ്ടായിരുന്നെങ്കിലും സ്പിരിറ്റിനകത്ത് അതില്ലായിരുന്നു. സ്പിരിറ്റ് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായി. ആ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് ദൈവം എഴുതി കൊടുത്ത കൽപ്പലകകളെ പൊട്ടിച്ചു കളഞ്ഞു. നമ്മളാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ ഒന്ന് അറിയാതെങ്കിലും ഒന്ന് ചവിട്ടിയാൽ, അറിയാതെങ്ങാനും കയ്യിൽ നിന്നൊന്ന് വീണാൽ, എന്നെ സംബന്ധിച്ച് ഞാനത് എടുത്ത് അതിനൊരു ചുംബനം കൊടുക്കും. ബൈബിൾ ഒന്ന് തറയെ വീഴാനോ ഒന്ന് ചവിട്ടാനോ പോലും നമ്മൾ തയ്യാറാകത്തില്ല. പക്ഷേ മോശ ദൈവത്തിന്റെ വിരലുകളാൽ എഴുതപ്പെട്ട ന്യായപ്രമാണത്തിന്റെ കൽപ്പലകളെ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിച്ചിട്ട് 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവൻ എടുത്ത് തീയിലിട്ട് ചുട്ടരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഈ മനുഷ്യനെ നോക്കിയാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. തമ്പുരാൻ ഏത് ആംഗിളിൽ നിന്നാണ് നോക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്കൊരു കാര്യം പിടികിട്ടി, മനുഷ്യൻ നോക്കുന്ന ആംഗിളിൽ നിന്നല്ല ദൈവം നോക്കുന്നതെന്ന്. ശബ്ദമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. പുറപ്പാട് പുസ്തകം 32ന്റെ 28ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. 3000 പേർ വീണു. 3000 പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 33ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അന്ന് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയുമായി മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ 3000 പേർ മരിച്ചു. 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ? അപ്പോസ്തല പ്രവൃത്തി 2ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവിന്റെ തീയുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ 3000 പേർ സ്നാനപ്പെട്ടു. 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ഒന്നുകൂടെ പറയാം, മോശ ന്യായപ്രമാണവുമായി ഇറങ്ങി വന്നപ്പോൾ 3000 പേർ മരണപ്പെട്ടു. 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷയുമായി, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുമായി പത്രോസ് ഇറങ്ങി വന്നപ്പോൾ 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. 3000 പേരുടെ അകത്ത് ജീവനുണ്ടായി. ഇതറിയുന്ന പൗലോസ് പറയുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമസഭയിലാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയിലാണ്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് വ്യാപരിക്കുന്ന അസാധാരണമായ ഒരു ജീവനുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ പറയുന്നത് അതിശോക്തിയല്ല, ഏകദേശമൊക്കെ ചത്തവനെ പോലെ, മരിച്ചവളെ പോലെ, മരിച്ചവനെ പോലെ ഞാൻ ഈ ആലയത്തിൽ വന്നതാ, അല്ലെങ്കിൽ
എൻ്റെ പുറകോട്ടുള്ള സമയം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആത്മീകമായി മരിച്ചിരുന്നു, ഞാൻ ആത്മാവിൽ ചത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം, ഈ പുതിയ നിയമ ശുശ്രൂഷ എന്നെയും ജീവിപ്പിച്ചു, എന്നെയും ജീവിപ്പിച്ചു, എന്നെയും എഴുന്നേൽപ്പിച്ചു എന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഉറപ്പായും ക്രിസ്തുവിന്റെ ജീവൻ ദൈവസഭയിൽ, ശുശ്രൂഷയിൽ, ദേശത്തിൽ വ്യാപരിക്കണം. ഈ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടില്ലേ മക്കളെ? അതൊരു ചെറിയ വെളിപ്പാടല്ലത്, അതൊരു ചെറിയ റെവലേഷൻ അല്ല പൗലോസ് പറഞ്ഞത്. ഈ വാസ് എ മർഡർ, കൊലപാതകനായിരുന്നു ഇത് എഴുതിയ ആള്. ഹല്ലേലൂയ. ലോകത്തിന്റെ വഴികളിൽ നടന്നവനായിരുന്നു. സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തവനായിരുന്നു. അത്ര നീചനായിരുന്നു. ഒരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്നത് ഒളിച്ചിരുന്ന് കണ്ട് ആസ്വദിച്ച ഹൃദയമുള്ളവനായിരുന്നു ഈ പൗലോസ്. ആ മനുഷ്യൻ പറയുകയാണ്, ന്യായപ്രമാണം എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ, ന്യായപ്രമാണം എന്നെ ഹൃദയകാഠിന്യത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ആത്മാവ് എന്നെ ജീവിപ്പിച്ചു. ഇതിനകത്ത് വിശ്വസിക്കുന്നവരോട് പറയുന്നു, നീയും വിശ്വസിച്ചോ, ഈ ജീവൻ നിന്റെ മേളിലും വ്യാപരിക്കാനിടയാകും, നിന്റെ തലമുറകളുടെ മേൽ. ഇത് ചെറിയൊരു കാര്യമല്ല. എല്ലാ പാരമ്പര്യങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് കർത്താവെ പ്രാർത്ഥിക്ക്. ജീവിപ്പിക്കുന്ന ആത്മാവ് ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ, ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ, ഒരു ജനറേഷനെ വീണ്ടും ജീവിപ്പിക്കട്ടെ. എൻ്റെ ആരാധനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ, എൻ്റെ ശുശ്രൂഷയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ, എൻ്റെ പ്രാർത്ഥനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ. കർത്താവെ, ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടോണ്ടല്ല, ഈ സംസ്ഥാനത്തിന്റെ മേളിൽ ക്രിസ്തുവിന്റെ ജീവൻ. പ്രവാചകനായ എഹെസ്കേൽ പറയുകയാണ് 47-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുമെന്നല്ല, ജീവിച്ചിരിക്കും. എനിക്ക് അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഹല്ലേലൂയ. ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായിട്ട് സകലവും ജീവിക്കും. പിണങ്ങിയിരിക്കാതെ, പാരമ്പര്യം പറഞ്ഞിരിക്കാതെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആത്മാവ് ജീവിപ്പിക്കും. എനിക്കതിൽ 100% ഉറപ്പുണ്ട്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, പരിശുദ്ധാത്മ പ്രവർത്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആരാധനാലയങ്ങളിൽ കൂടി വന്നിരിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് ഈ മൈക്ക് കൈമാറിയാൽ അവർക്കെല്ലാം പറയാൻ ഒരു ആത്മീയ അനുഭവം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ക്രിസ്ത്യാനിറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭവമാണ്. മക്കളെ, നമ്മൾ ഇതിനെ റിജക്ട് ചെയ്താൽ, മനസ്സുകൊണ്ട് നമ്മളൊരു ക്രിട്ടിസൈസിങ് മൂഡിലേക്ക് പോയാൽ, നമ്മളൊരു ജഡ്ജായി മാറിയാൽ നമുക്കൊരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സംസ്കാരത്തിലേക്ക് എന്നെ അങ്ങനെ നയിക്കണമെങ്കിൽ 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ രണ്ട് കള്ളന്മാരെ കുറിച്ച് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. ഇടത്തും വലത്തും എന്നൊക്കെ പറയുക. എങ്ങനെയായിക്കോട്ടെ, ഒരു കള്ളൻ പറയുന്നത് അവനെ പ്രാഗിയാണ്, അവനെ കളിയാക്കിയാണ്. പക്ഷെ മറ്റൊരാൾ അന്ന് പറഞ്ഞു, ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഈ നദികൾ ഒഴുകും. തന്റെ പർദീസയിൽ ഇരുത്തിയത് സ്വയം നീതീകരിച്ചവനെ അല്ല. നമ്മൾ സമശിക്ഷാവധിയില്ല, നമ്മൾ തെറ്റ് ചെയ്തവരാ. പക്ഷെ ഇവനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വയം നീതീകരണം അപകടത്തിലേക്ക് പോകുമ്പോൾ സ്വയം കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാൻ പറയും, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിരിക്കും. അതിന് ആ മനുഷ്യന് കിട്ടിയ ചാൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചാൻസ് തന്നെ
ഫസ്റ്റ് ഒരു ചാൻസ് സഭാ ആയിരുന്നു. ഹോളിനകത്ത് ഇന്ന് കെട്ടിക്കിടക്കുന്നതല്ല. രാത്രിയിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഒരുത്തന്റെ ഒരിക്കലും ഒരു പോക്കറ്റിനകത്തിരിക്കുന്നതല്ല. സെൽഫ് ഇതൊരു റൈച്ചസിലേക്ക് പോകാതെ, പ്രസ്ഥാനം ഒരു കൊണ്ട് നടക്കുന്ന സ്വയം പ്രസ്താവനയല്ല. നീതീകരണത്തിലേക്ക് പോകാതെ, ഇതേതെങ്കിലും ഒരു എൻ്റെ പ്രസ്ഥാനം ഒരു തെറ്റുകൾക്ക് മുമ്പിൽ പ്രസ്താവന കർത്താവേ, ഇറക്കിയാൽ ഞാൻ നിന്നു സമശിക്ഷാവിധിയിലായ പോകുന്നതല്ല. എൻ്റെ ഇത് കുറ്റങ്ങൾ ഒഴുകുന്ന നദിയാണ്. അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങും. ഈ കരങ്ങൾ നദി ഉയർത്തി ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. ചേരുന്നിടത്തൊക്കെയും കർത്താവേ, ഏത് തെറ്റും എൻ്റെ ചലിക്കുന്ന ഭാഗത്തു സകല നിന്നുള്ളത് ഒരിക്കലും പ്രാണികളും ഒരു ജീവിച്ചിരിക്കും. നീതീകരണത്തിന് ശ്രമിക്കാതെ തൻ്റെ തെറ്റിനെ ഈ തിരിച്ചറിഞ്ഞ് വെള്ളം ലംഘനം ഇവിടെ മറച്ചു വന്നത് വെക്കുന്നവന് കൊണ്ട് ശുഭം വരികയില്ല. അവ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ജെറുസലേമിൽ ലഭിക്കും. ഒരിക്കലും ഒരു സ്വയം ഒഴുകിയ നീതീകരണത്തിന്റെ നദിയാണ്. തലം എനിക്കുണ്ടാകാതെ ഇത് എൻ്റെ പെന്തിക്കോസ്ത് തെറ്റുകളെ നാളിൽ വെളിപ്പെട്ട തിരുത്താനുള്ള നദിയാണ്. ഒരു കൃപ തരണം ക്രൂശിന്റെ ചുവട്ടിൽ. ഈ നദി അങ്ങനെ അവിടെ കർത്താവിനോട് ഒഴുകിയോളായിരുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരെല്ലാം ഈ ഒരിക്കലും ഒഴുകിയ ഒന്ന് നദി കരം അവിടെ ഉയർത്തി കൊണ്ട് പ്രാർത്ഥിച്ച്, നിന്ന് പോയിരുന്നെങ്കിൽ, കർത്താവേ, എനിക്ക് വറ്റിപ്പോയിരുന്നെങ്കിൽ ഒരിക്കലും സ്വയം നീതീകരണം ഒരിക്കലും വേണ്ട. നമുക്കിത് Self അനുഭവിക്കാൻ righteousness കഴിയില്ലായിരുന്നു. Self അതുകൊണ്ടാണ് righteousness കർത്താവ് ഭയങ്കര പറഞ്ഞത്, അപകടം. ഇതൊരു രാജ്യത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു കൂട്ടത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇത് വിശ്വസിക്കുന്നവന് വേണ്ടി ഒഴുകുന്ന നദിയാണ്. Who believe today? Who believe? ഇതിനകത്ത് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ആർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും? വിശ്വസിക്കുന്നവനിലേക്ക് ആത്മാവിന്റെ നദിയെ ഒഴുക്കുവാൻ ദൈവം തയ്യാറാണ്. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ ഭൂമി പാഴായിരുന്നു, ഈ ഭൂമി ശൂന്യമായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇരുളായിരുന്ന ഭൂമിയിൽ, ശൂന്യമായിരുന്ന ഭൂമിയിൽ, ആഴത്തിൽ ഇരുളായിരുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എവിടെങ്കിലും നിങ്ങൾ എംപ്റ്റിനെസ് അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ എന്തിലെങ്കിലും നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? ഞാനൊരു പാഴാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ലൈഫ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? വാ തുറന്ന് നീ ദൈവത്തോട് പറയണം, പരിശുദ്ധ ആത്മാവേ, നീ എൻ്റെ മേളിലൊന്ന് പരിവർത്തിക്കണം. പരിശുദ്ധാത്മാവേ, നീ എൻ്റെ തലമുറകളുടെ മേളിലൊന്ന് പരിവർത്തിക്കണം. നീ എൻ്റെ കുടുംബത്തിന്റെ മേളിലൊന്ന് പരിവർത്തിക്കണം. നീ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ മുകളിൽ ഒന്ന് പരിവർത്തിക്കണം. പരിവർത്തിച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതുപോലെ ദൈവാത്മാവ് പരിവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിലെല്ലാം വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ സൃഷ്ടികളെ നോക്കുക, ജീവജാലങ്ങളെ നോക്കുക, എത്ര അതിശയകരമാണ്, എത്ര അത്ഭുതകരമാണ്. പക്ഷെ ഈ ഭൂമിയുടെ സ്ഥിതി അതല്ലായിരുന്നു. ഈ ഭൂമി പാഴായിരുന്നു, ഈ ഭൂമി ശൂന്യമായിരുന്നു, ഈ ഭൂമിയിൽ ഇരുളായിരുന്നു. പക്ഷേ ഈ കാണുന്ന മനോഹരമായ പ്രപഞ്ചം ഉണ്ടായി വന്നതിന്റെ പിറകിൽ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് വെള്ളത്തിനു മീതെ. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കേരള സംസ്ഥാനത്തിന് മീതെ, ഈ ഭാരതത്തിനകത്ത്, എന്റെ വീട്ടിനകത്ത്, എന്റെ സഭയുടെ മേളിൽ, എന്റെ തലമുറകളുടെ മേളിൽ വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിവർത്തിക്കട്ടെ. സകലതും പുതുതാകണമോ? സാഹചര്യങ്ങൾ മാറണമോ? നിന്റെ മേളിൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിട്ടുകൊട്, പരിവർത്തിക്കട്ടെ. വാ തുറന്ന് പറ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിന് മീതെ പരിവർത്തിച്ച പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന, ഗിദെയോന്റെ മേളിൽ വെളിപ്പെട്ട, ശിംശോന്റെ മേളിൽ ഇറങ്ങി വന്ന, അപ്പോസ്തലന്മാരുടെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ, സഭയുടെ മേൽ, ദേശത്തിന്റെ മേൽ പരിവർത്തിക്കണമേ, പരിവർത്തിക്കണമേ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ദൈവമാണ്. ആ ദൈവം തമ്പുരാൻ എനിക്ക് ഇച്ചിരി ജ്ഞാനം തരണേ, എനിക്ക് ഇച്ചിരി വിസ്ഡം തരണേ എന്ന് ചോദിച്ച ശലോമോന് അതിനൊരു ഇച്ചര എടുത്തു കൊടുത്തു. കുറച്ച് ഇച്ചര കൊടുത്തപ്പോൾ പുള്ളി നമ്പർ 1 ആയി മാറി ഭൂമിയിൽ. ശലോമോനേക്കാൾ ജ്ഞാനമുള്ളവൻ ഭൂമിയിൽ ഒരുത്തനും ഇല്ലാതായി മാറി. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ സ്റ്റെപ്പുകൾ, ദൈവത്തിന്റെ മൂവ്മെന്റുകൾ, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളത്തിനു മീതെ ആത്മാവ് പരിവർത്തിക്കുന്ന സമയത്ത്
ദൈവ സാന്നിധ്യം നിൽക്കുന്ന സമയത്ത് 3-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ വാ തുറന്ന് പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. ആത്മാവ് ചലിക്കുമ്പം നീ വാ തുറക്കാങ്കിൽ അത് ക്രിയേറ്റഡ് ആയി വരും. ദൈവിക ജ്ഞാനം, ആ ദൈവിക വിസ്ഡം നിനക്കുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രഖ്യാപനങ്ങൾ ഫലകരമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഫ്രൂട്ട്ഫുൾ ആകുന്നത്, ഫുൾഫിൽ ആകുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് നിൽക്കുമ്പോൾ പറയണം. ദൈവം ഉപയോഗിച്ച അഭിഷിക്തന്മാരെല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രസൻസിൽ നിന്നുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഈ വർഷിപ്പ്, ആരാധന ദൈവത്തിന്റെ മഹത്വത്തെയും സാന്നിധ്യത്തെയും ശരിക്കും വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള ആരാധന, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. ഈ വർഷിപ്പൊക്കെ ചെയ്ത പ്രസൻസിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. അതാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയെന്ന്. ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പം നമ്മൾ പറയുന്ന ഡിക്ലറേഷൻ ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ടാണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങയാണെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പത്രോസ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ നിൽക്കുമ്പം യേശു വന്ന്, ലൂക്കോസ് 5:1 എഴുതിയിട്ടുണ്ട്, ആ തടാകത്തിന്റെ കരയിൽ യേശു കർത്താവ് വന്നിട്ട് നിന്റെ പടക ആഴത്തിലേക്ക് ഇറക്കി വല വീശാൻ പറഞ്ഞു. പുള്ളി അത് ചെയ്തു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. അവന് വല പൊക്കാൻ പറ്റാതെ വന്നു. കൂട്ടാളികളെ മാടി വിളിക്കേണ്ടി വന്നു. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക, ആശ്ചര്യത്തോടെ നിൽക്കുക, പ്രസൻസ് ഇങ്ങനെ നിൽക്കുക. ആ മൂവിൽ കർത്താവ് പറഞ്ഞു, ഫോളോ മീ. നീ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്ക. ബ്രദറെ, അത് പിറ്റേ ദിവസം പറയാനിരുന്നെങ്കിലോ? പത്രോസായ ആ മിറക്കുലസ് പ്രസൻസിൽ നിൽക്കുമ്പോൾ പറയേണ്ട സാധനം പറയേണ്ട മൂമെന്റിൽ യേശു പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന സമയം, ചിലർ ആ സമയത്ത് കരയും, ചിലർ ആ സമയത്ത് ശരീരം അവർക്കത് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്ന ടൈമിൽ വാ അടച്ച് നിൽക്കാതെ നിന്റെ മക്കളെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി, ദേശത്തെ നോക്കി, ലൈഫിനെ നോക്കി, സഭയെ നോക്കി ചിലതൊക്കെ വാ തുറന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടായി വരും. വിശ്വസിക്കുന്നവർ എത്ര പേരിനകത്തിരുന്നെന്ന് എനിക്കറിയില്ല. ഇല്ലാത്തത് ഉണ്ടായി വരും, ഇല്ലാത്തത് ഉണ്ടായി വരും. ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ് ആ ക്രിയേറ്റീവ് മിറക്കിൾ സംഭവിക്കും. ആ കരങ്ങളൊന്ന് അടിച്ച് ആത്മാവിലൊന്ന് സ്വീകരിച്ചത്, ചിലതൊക്കെ വാ തുറന്നൊന്ന് പ്രഖ്യാപിച്ച്, അധരങ്ങൾ തുറന്ന് പ്രഖ്യാപിച്ച്, കള്ള പിശാചേ, നിന്റെ സകല പദ്ധതികൾ യേശുവിൻ നാമത്തിൽ തകർന്നു മാറട്ടെ. മുഴുവൻ വീട്ടിനകത്തും സമൃദ്ധി ഉണ്ടാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? ദൈവം. ഏറ്റവും വലിയ വിഷ്ണുള്ളത് ആരാണ്? ദൈവം. യേശു. ശലോമോനേക്കാൾ വലിയവൻ യേശു. ആ ദൈവം ആത്മാവ് വെള്ളത്തിന്റെ മീതെ ചലിക്കുന്നെന്ന് അറിഞ്ഞപ്പോ വായും പൂട്ടി ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. വാ തുറന്ന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു. അടഞ്ഞുപോയ സകല വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഫൈനാൻഷ്യൽ ഏരിയയിലൊക്കെ ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകട്ടെ. നിന്റെ സ്പിരിച്വൽ ലൈഫ് അപ്ലിഫ്റ്റഡ് ആകട്ടെ. യേശു കർത്താവ് യെരിഹോവിലൂടെ കടന്നുപോയില്ലേ? ഈ തിമായിയുടെ മകനായ ബർത്തിമായി ആളുകൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ആലറിക്കൂവി വിളിച്ചില്ലേ? മുന്നടക്കുന്നവർ മിണ്ടാതിരിക്കാൻ ശാസിച്ചിട്ടും ഈ പുള്ളി ആലറിക്കൂവി വിളിച്ചില്ലേ? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമെന്ന്. അതിനകത്ത് ഒരു റീസൺ ഞാൻ പറയാം. ദൈവം അവനെ കൊണ്ട് അത് ജയിച്ചതാ. യേശു കർത്താവിന്റെ ഏറ്റവും അവസാനത്തെ യെരിഹോവിലൂടെയുള്ള യാത്രയായിരുന്നത്.
അവന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. അവൻ അങ്ങ് ഉപയോഗിച്ചു. എന്റെ ഭാഷ പറഞ്ഞ ഒരുത്തനെ നോക്കിയില്ല. ദാവീദ് പുത്രാ, യേശുവേ എന്നോട് കരുണ ഉണ്ടാകണമേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ. യേശുവേ. Jesus is here today. Amen. His presence is here. Amen. 2024 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല കടൽക്കരയിലൂടെ നടന്നവൻ, ഗലീല കടലിന്റെ മുകളിലൂടെ നടന്നവൻ, കബർന്നഹോമിലും നയീനിലും ബഥാനിയയിലും ജെറുസലേമിലും അത്ഭുതങ്ങളെ ചെയ്തവൻ, യെരിഹോ പട്ടണത്തിൽ അന്ധന്മാരുടെ കണ്ണ് തുറന്നവൻ, നയീൻ പട്ടണത്തിൽ വിധവയുടെ പൈതലിനെ ഉയർപ്പിച്ചവൻ. ഇന്ന് ഈ ആലയത്തിനകത്ത് നടക്കുന്ന കാലൊച്ച കേൾക്കുന്ന എത്ര പേരുണ്ട്? ഈ ആലയത്തിൽ നടക്കുന്ന കാലൊച്ച കേൾക്കുന്ന എത്ര പേരുണ്ട്? യേശു. എത്ര പേർ കേൾക്കുന്നുണ്ട്? എത്ര പേർ കേൾക്കുന്നുണ്ട്? All your financial issues, all the crisis, the presence of God will maintain everything. ദൈവ സാന്നിധ്യം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. Amen. ഹല്ലേലൂയ. Hallelujah. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടോ? Yes. ഉണ്ടെങ്കിൽ ഒരാളോട് ഇപ്പം വ്യക്തിപരമായി പ്രൊഫസ് ചെയ്തില്ലെങ്കിലും രോഗികൾക്ക് വേണ്ടി ഒരാൾ എഴുന്നേറ്റ് നിന്ന്, ഒരു ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. Amen. നിങ്ങളോട് വ്യക്തിപരമായി കർത്താവിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. DGS ദിനകരനങ്ങൾ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമാ, നീ ഇല്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ. യേശു ഇല്ലാത്ത കുടുംബം കുടുംബമാണോ? യേശു ഇല്ലാത്ത മക്കള് മക്കളാണോ? യേശു ഇല്ലാത്ത ബന്ധങ്ങൾ ബന്ധമാണോ? യേശുവിനെ പ്രസംഗിക്കാത്ത ശുശ്രൂഷകൾ ശുശ്രൂഷയാണോ? യേശുവിനെ ഉയർത്താത്ത ആരാധന ആരാധനയാണോ? യേശുവിനെ കൂടാതുള്ള ലൈഫ് ലൈഫാണോ? നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമാ, നീ ഇല്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമാ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് സമ്മാനം യേശു ആയിരിക്കണം. ഹല്ലേലൂയ. Amen. നീയില്ലാതെ നാളെല്ലാം നാളാകുമാ, നീയില്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമാ, നീയില്ലാതെ നാളെല്ലാം നാളാകുമാ, നീയില്ലാതെ. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, 25,000 രൂപ കൊടുത്താൽ നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ? നല്ലൊരു ബെഡ്, നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? അത്യാവശ്യം നല്ലൊരു മെത്ത മേടിച്ചൂടെ? 5,000 രൂപയ്ക്ക് മെത്ത കിട്ടും, 25,000 രൂപയ്ക്ക് മെത്ത കിട്ടും, മേടിച്ചൂടെ? പക്ഷെ 5,000 രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും 25,000 രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും സമാധാനയില്ലേ? എങ്ങനെ ഉറങ്ങും? ഉറക്കം ദൈവം തരണ്ടേ? വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി ഒത്തിരി ആഹാരങ്ങളുണ്ട്, അതും ഇതും ഒക്കെ ഉണ്ട്, 4-5 വേലക്കാരൊക്കെ ഉണ്ട് വീട്ടില്. പക്ഷെ ആ വീട്ടിലൊന്നും അടിയും വഴക്കും പ്രശ്നമാണെങ്കിൽ വെച്ചുണ്ടാക്കിയ ആഹാരം എങ്ങനെ കഴിക്കും? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങളുടെ മകളുടെ മകന്റെ കല്യാണം അങ്ങ് ഭൂമി അങ്ങ് മാറ്റി അങ്ങ് ആകാശത്ത് എമിറേറ്റ്സിന്റെയോ എയർ ഇന്ത്യയുടെയോ
വിമാനത്തിനകത്ത്, ഫ്ലൈറ്റിനകത്ത് വെച്ച് കല്യാണം നടത്തിയാലും നല്ലൊരു കുടുംബജീവിതം ദൈവം തരണ്ടേ? ആ കുടുംബജീവിതം സക്സസ് ആകുന്നത് കല്യാണത്തിന് കൊടുത്ത ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലോ, വിളമ്പിയ ഭക്ഷണമോ, അല്ലെങ്കിൽ വന്ന ആളുകളുടെയോ അനുഭവത്തിലോ അല്ല. പ്രിയപ്പെട്ടവരെ, യേശുവില്ലാത്ത ജീവിതം ജീവിതമല്ല. യേശുവിനെ കൂടാത്ത പാട്ടുകൾ പാട്ടല്ല. യേശുവില്ലാത്ത പ്രസംഗം പ്രസംഗമല്ല. യേശുവില്ലാത്ത ജീവിതം എങ്ങനെയാണെന്നറിയാവോ? കരക്കിട്ട മീനെ പോലെയാ. ഒരു മീനെ വെള്ളത്തിൽ നിന്ന് കരക്കിട്ടാൽ അതെങ്ങനെയായിരിക്കുമോ അതിൻ്റെ അനുഭവം, അതുപോലെ ആയിരിക്കും ഒരു ദൈവ പൈതൽ പ്രസൻസിൽ നിന്ന് മൂവ് ചെയ്താൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയാൽ. പക്ഷെ ആ പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് അവൻ തിരിച്ചു വരുമ്പോൾ അവൻ എന്തോ ഒരു എനർജി കിട്ടിയ പോലെയാണ്. ഞാൻ ഈ പറയുന്ന അനുഭവം ഉള്ളവരൊന്ന് കൈകൾ അടിച്ച ദൈവത്തിൽ. How many people are experienced that? Hallelujah.